അച്ഛനും അമ്മയും വേദനിക്കുമെന്ന് പറഞ്ഞ് അവരും അറിയിച്ചില്ല. ഞാനും എന്റെ ഭാര്യയും കഷ്ടപ്പെട്ടവർ അവരെ പഠിപ്പിച്ചത്. നീറ്റ് 2 വർഷം എഴുതി നല്ല മാർക്ക് വാങ്ങിച്ച് അവൻ ജയിച്ച്, എന്നിട്ട് അവൻ ഈ ഗതിയിലായിപ്പോയല്ലോ. അവൻ പറഞ്ഞു, എനിക്കിവിടെ ഒന്നും ഒരു ജോലി വേണ്ട, എനിക്ക് ഇന്ത്യയിലും കേരളത്തിലും വേണ്ട, അറബ് രാജ്യത്തും വേണ്ട, എനിക്ക് UK-യിലൊരു ജോലി, UK-യിൽ സായിപ്പന്മാരുടെ നാട്ടിലൊരു ജോലി, കുറച്ച് ദിവസം ഇരുന്നിട്ട് പൈസയൊന്നുമല്ല വിഷയം, എനിക്ക് ആ നാടകം ഒന്ന് കണ്ട് കുറച്ച് ദിവസം ഇരുന്നിട്ട് ഞാൻ ഇവിടെ ജോലിക്ക് ജോയിൻ ചെയ്തോളാം. അച്ഛാ, നമുക്ക് വീടില്ല, വാടക വീടല്ലേ, വസ്തുവില്ല, എല്ലാം അച്ഛന് ഞാൻ സാധിച്ചു തരും, ഞാൻ എത്ര നല്ല പഠിക്കുമല്ലോ അച്ഛാ എന്ന് പറഞ്ഞ് എന്റെ മോനെ ഇങ്ങനെ ഈ ഗതികേട് അവര് വരുത്തിയല്ലോ. റാമെന്ന് പറയണ അച്ചോടി, അയാൾ എന്നോടെ മോശപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ ഒരു കണ്ണമ്മൂല സൈറ്റിൽ പണിയും കഴിഞ്ഞ് വന്നപ്പോഴേ ഇയാളെ കോള് കിടക്കുന്നു. ഞാൻ തിരിച്ചു വിളിച്ചപ്പോഴേ ഞാൻ അച്ചോടിയാണ് പ്രിൻസിപ്പാളിനെ വിളിക്കുക, എന്തിനാ എന്റെ ഫോണിൽ വിളിച്ച്, ഇനി മേലെ എന്റെ ഫോണിൽ വിളിക്കല്ലെന്നും പറഞ്ഞ് ഒരുപാട് എന്നെ ആക്ഷേപിച്ചു. ഞാൻ സോറിയൊക്കെ പറഞ്ഞിട്ടും എന്നെ വിട്ടില്ല, മേലിൽ ഇങ്ങനെ വിളിക്കുകയല്ലേ, കാരണം നിങ്ങൾ താഴെ തട്ടിലുള്ളവരാണ്, ഞാൻ എത്ര രൂപ ശമ്പളം വാങ്ങിക്കണമെന്നറിയാം, ഞാൻ അവിടെ എല്ലാവരും അധിപനാണ്, നീ മേലില് നീ എന്നെ ആക്ഷേപിച്ചു, നീ മേലിൽ എന്നെ വിളിക്കല്ലേ എന്ന് പറഞ്ഞു. ആ രീതിയാണ് എന്റെ മോനെ അവിടെ പ്രൊമോട്ട് ചെയ്തവർ. ഇല്ല, 3 അധ്യാപകരാണ് എന്റെ പിന്നിലെന്ന് അവിടുത്തെ ചാനൽ വാർത്തയിലെല്ലാം പറയുന്നു. 3 അധ്യാപകരാണ്, കാരണം അവിടുത്തെ കുട്ടികൾ പറഞ്ഞതാണ് അവനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്റെ മക്കളോട് ചോദിച്ചാൽ അവര് പറഞ്ഞു തരും. എല്ലാ കാര്യങ്ങളും എന്റെ മക്കളോടാണ് പറയണത്, ഞങ്ങളവിടെ ഒന്നും പറയില്ല, ഞങ്ങള് വേദനിക്കും. ആ അച്ഛന്റെ കരച്ചിൽ നിങ്ങൾ കേട്ടില്ലേ? ആർക്കാണ് ആ കണ്ണുനീര് ഒപ്പിക്കൊടുക്കാൻ കഴിയുന്നത്? ആ അമ്മയുടെ വേദന ആർക്കാണ് മാറ്റിക്കൊടുക്കാൻ കഴിയുന്നത്? നമ്മുടെ നീതിന്യായ കോടതിയോട് ഒരു കാര്യം കൈകൂപ്പിക്കൊണ്ട് ചോദിച്ചോട്ടെ, നിങ്ങൾ എന്ത് നീതിയാണ് അവർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ക്രിമിനലുകൾക്ക് ഒത്താശ പാടിയും അവർക്ക് പട്ടുമെത്ത വിരിച്ചും അവർക്ക് സ്വീകരണങ്ങൾ നൽകിയും കുറച്ചു ദിവസം കഴിയുമ്പോൾ വീണ്ടും ഉയർന്ന പദവി നൽകി ആദരിക്കുക എന്നതല്ലാതെ വേറെ എന്ത് നീതിയാണ് നിങ്ങൾ ഇതുപോലുള്ള സാധാരണ ജനങ്ങൾക്ക് കൊടുക്കുന്നത്? കേരള സമൂഹമേ, ഇതുപോലെ ഒരവസ്ഥ നാളെ നിങ്ങളുടെ വീട്ടിലും എന്റെ വീട്ടിലും ഉണ്ടായിക്കൂടാ എന്ന് നമുക്കാർക്കും ഉറപ്പു പറയാൻ പറ്റില്ല. അപ്പോഴും നമ്മുടെ നീതിന്യായ വ്യവസ്ഥ ഇതുപോലെ നോക്കുകുത്തിയായി കൊലപാതകങ്ങൾക്കും കഞ്ചാവ് മാഫിയ സംഘങ്ങൾക്കും കൂടുതൽ ഉയർന്ന പദവികൾ നൽകി ആദരിക്കുക ചെയ്യുന്നതല്ലാതെ നമുക്ക് സാധാരണക്കാർക്ക് നീതിന്യായ വ്യവസ്ഥയിൽ നിന്നും നമുക്ക് ഒരു നീതിയും ലഭിക്കുകയില്ല എന്ന് മുൻകാലങ്ങളിലെ ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കിയാലും നമുക്കത് വ്യക്തമായി മനസ്സിലാവുന്നതാണ്. നമ്മുടെ നിയമം ഇവരെ ഒന്നും ചെയ്യില്ല എന്നുള്ള വിശ്വാസമാണ് ഇവരെ പോലുള്ള തെമ്മാടി കൂട്ടങ്ങളെ കൊണ്ട് ഇതുപോലുള്ള തെമ്മാടിത്തരങ്ങൾ ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് സാധാരണക്കാരന് നീതി വേണോ? നമ്മൾ സാധാരണക്കാരൻ തന്നെ അതിന് തുനിഞ്ഞിറങ്ങിയാൽ മാത്രമേ നമുക്ക് നീതി ലഭിക്കുള്ളൂ. അല്ലാതെ നമ്മുടെ രാഷ്ട്രീയക്കാരിൽ നിന്നും നിയമവ്യവസ്ഥയിൽ നിന്നും നേതാക്കന്മാരിൽ നിന്നും നമുക്ക് നീതി കിട്ടും എന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. നമുക്ക് നാം തന്നെ ഉള്ളൂ എന്നുള്ള യാഥാർത്ഥ്യ ബോധ്യം മനസ്സിലാക്കുക. കാരണം ഓരോ വിഷയങ്ങളിലും നമ്മുടെ നേതാക്കന്മാരും നമ്മുടെ നിയമവും നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളതാണ്. എന്നിട്ടും പഠിക്കാത്തത് നമ്മളുടെ തെറ്റാണ്.